ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു മസ്ദയുടെ CX-9 ആണ്. ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ്. ഇതിൻ്റെ സെൻട്രൽ ഡിസ്പ്ലേ നോട്ട് വർക്കിംഗ് എന്നും പറഞ്ഞിട്ടാണ് കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കസ്റ്റമറിന് ഒരു കംപ്ലൈൻറ്റ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ആ കംപ്ലൈൻറ്റ് എന്താണ്, നമ്മൾ ഈ വാഹനത്തിൽ ആ കംപ്ലൈൻറ്റ് നമ്മൾ എന്താണ് റിപ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത സമയത്ത് അതിൻ്റെ അകത്ത് ലോസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇൻഫർമേഷൻ സെൻറ്റർ എന്നും പറഞ്ഞിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം സെൻട്രൽ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് കോമൺ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതേമാതിരി തന്നെ നമ്മൾ സ്കാൻ ചെയ്ത സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് അനലൈസ് ചെയ്യാൻ സാധിക്കും എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് പ്രൊസീജിയർ, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ കംപ്ലൈൻറ്റ് വരാറുണ്ട്, അതേമാതിരി തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ട് കണ്ടല്ലോ. അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, അതേമാതിരി തന്നെ എന്തൊക്കെ അതിൻ്റെ സൊല്യൂഷൻ ഉള്ളത് എന്നുള്ളതൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ മെയിനായിട്ട് ഈ വാഹനത്തിൻ്റെ സെൻട്രൽ ഡിസ്പ്ലേ വർക്ക് ചെയ്യാത്ത സമയം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഡെഡായിരുന്നു. കസ്റ്റമർ ജംപ് സ്റ്റാർട്ട് അടിച്ചതിന് ശേഷമാണ് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ ബാറ്ററി ഫുൾ ഡെഡാണ്. നമ്മൾ വാഹനം വന്നതിന് ശേഷം വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ വാഹനത്തിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്തതിന് ശേഷം ഈ സാധനം വർക്കായിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. നമ്മൾ അതിന് ശേഷം ഇതിൻ്റെ ഫോൾട്ടും കാര്യങ്ങളൊക്കെ സ്കാനർ ഉപയോഗിച്ച് ഇറേസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വർക്കായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇപ്പം തന്നെ വേറെ വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതേമാതിരി തന്നെ സെൻട്രൽ ഡിസ്പ്ലേ കൃത്യമായിട്ട് വർക്കാവുന്നുമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നീ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.